Hello guys, welcome back to another video. My name is Shabir. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. റെഡ്മി നോട്ട് 9 ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാര്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്പെക്സും ഇതിൻ്റെ അൺബോക്സിങ്ങിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ പെർഫോമൻസ് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 1K ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് കിടക്കാം. അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ mi.com എന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇന്നാണ് കിട്ടിയത്. നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് റെഡ്മി നോട്ട് 9 ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ്. 6GB 128GB വേർഷനാണ്. ഇപ്പോൾ ഫ്ലാഷ് സെയിലിൽ കിട്ടിയതാണ്. ഇതിന് ഏകദേശം 15,000 റുപ്പീസൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ് മോഡലിന് 12,000 ആയിട്ടുള്ളൂ. ഇത് 6GB 128GB ആണ്, പെപ്പിൾ ഗ്രേ കളർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊന്നും നോക്കാം. ഇവിടെ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയും 13MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഹൈ പെർഫോമൻസ് ഹീലിയോ G85 മീഡിയടെക് ഹീലിയോ പ്രൊസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോട്ട് ഡിസ്പ്ലേ ഫുൾ HD 6.53 ഡിസ്പ്ലേ 5020 mAh 22.5 ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ബോക്സിൽ വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് അൺബോക്സിങ് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നതിന് മുന്നേറ്റ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് യൂസർ മാനുവലാണ്. സിം എജാക്റ്റിംഗ് ടൂളുണ്ട് ഇവിടെ. അതുപോലെ യൂസർ ഗൈഡ്. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു കേസ് തന്നെയാണ്. ഇതിന് സൈഡ് വെക്കാം. നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ജസ്റ്റ് റിവ്യൂ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ചാർജർ ഉണ്ട് എംഐൻ്റെ. അതുപോലെ തന്നെ ടൈപ്പ് സി കേബിൾ. ഇത്രയാണ് ഇതിൽ ബോക്സിലുള്ളത്. ഇയർഫോൺ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എംഐ ഫോൺസിൽ ഇയർഫോൺ ഉണ്ടാവില്ല. അതിന് പകരം നമുക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ വെക്കാം. അതിനുശേഷം ഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ഗ്ലോസി ആയിട്ടുള്ളൊരു ബാക്കാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ഒരു നോട്ട് ഡിസ്പ്ലേ ഫ്രണ്ടിൽ ഇവിടെ ഒരു ക്യാമറ കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വോളിയം ബ്ലോക്കർ സ്വിച്ച് വരുന്നത്, അതുപോലെ പവർ ബട്ടൺ ഈ സൈഡാണ് വരുന്നത്. അപ്പോൾ താഴെ നമുക്ക് ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, USB ടൈപ്പ് സി ആൻഡ് മൈക്രോഫോൺ ആൻഡ് USB ഹെഡ്ഫോൺ ജാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 3.5. ഈ സൈഡ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സിം എജക്റ്റിംഗ് ടൂള് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിവിടെ IR ബ്ലാസ്റ്റർ, അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ പാർട്ട് വന്നാൽ നമുക്കിവിടെ 49MP ക്വാഡ് ക്യാമറ, 49MP 13MP 2MP മാക്രോ ആൻഡ് സെൻസർ ക്യാമറയാണ്. അതുപോലെ തന്നെ ഫ്ലാഷിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഇവിടെ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളിയായ നോട്ട്സ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ക്യാമറ അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. നമുക്കിവിടെ കാണാം മോഡൽ നമ്പർ, സാർ വാല്യൂ 1.68 ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്യാം. ഇപ്പോൾ ബൂട്ടപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കവർ നോക്കാം. നമുക്ക് കേസ് കിട്ടിയത് കറക്റ്റാണ്, കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓണാക്കിയപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കുറേ പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യം അതെല്ലാം ഡിലീറ്റ് ചെയ്യാം. കുറേയധികം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, ഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ
ഓക്കെയാണ്, നല്ലൊരു ഫോൺ തന്നെയാണ് റെഡ്മി, നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിത്തൗട്ട് ബോക്സിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് നോക്കാം. അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം, ഫാസ്റ്റും ടൈപ്പിങ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ക്യാമറയിൽ നമുക്ക് ഒരുപാടധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ കാണാം 48 MP മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ്, നൈറ്റ്, പാനോരമ, പ്രോ. അതുപോലെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ, സ്ലോ മോഷൻ അതൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂവിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ചാനലുമായി കണക്ട് ചെയ്തിരിക്കുക. നമുക്കിതിൻ്റെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് നല്ലൊരു ക്ലിയർ കിട്ടുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ സ്പെക്സിലേക്ക് കിടക്കും. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.53 ഫുൾ HD ഡിസ്പ്ലേ പ്ലസ് കോണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷനും കൂടി ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അപ്പോൾ OSലേക്ക് കിടക്കുമ്പോൾ MIUI 11 വിത്ത് ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ Android 10 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രൊസസ്സറിലേക്ക് പോവുകയാണെങ്കിൽ MediaTek Helio G85 ആദ്യത്തെ ഒരു മോഡലാണ് Redmi Note 9 എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആവറേജ് പെർഫോമൻസ് തന്നെ നൽകുന്നുണ്ട്. കുറച്ച് ഹൈ എൻഡ് വേരിയൻറ്റ് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും, പക്ഷേ അത്രത്തോളം പെർഫോമൻസ് നൽകുന്നില്ല. എന്നാലും നമുക്ക് ആവറേജ് യൂസ് ചെയ്യാൻ ഹീലിയോ G85 കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ എസ്പെഷ്യലി PUBG, അതുപോലെ തന്നെ കുറച്ച് ഹെവിയായ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. എന്നാലും പക്ക ഗെയിമിംഗ് ഫോൺ അല്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 5020 mAh ബാറ്ററിയാണ്, 22.5 ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. അതാണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ തന്നെ ഫേസ് അൺലോക്കിംഗ് ഇതിൽ ഇൻക്ലൂഡായി വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിലാണെങ്കിൽ 48 MP AI കോഡ് ക്യാമറയാണ്. 48 MP, 8 MP, 2 MP, 2 MP എന്ന് പറയുന്ന ഒരു കോഡ് ക്യാമറ സെറ്റപ്പിലാണ് Redmi Note 9 വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 13 MP ക്യാമറയായിട്ടാണ് Redmi Note 9 വരുന്നത്. നമുക്കിവിടെ ക്യാമറ വരുന്നത് 13 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡുവൽ വോൾട്ട് സപ്പോർട്ടാണ്, ഡുവൽ സിം ആൻഡ് വിത്ത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡാണ് MI Note 9 വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മികച്ചൊരു ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ബേസ് മോഡൽ 12,000 രൂപക്ക് കിട്ടും, 4GB 64GB. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ നോക്കിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം 6GB RAM, അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒക്ടാ കോർ മാക്സ് 2.2 GHz പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ ഹീലിയോ G85 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്റേണൽ മെമ്മറി നമുക്കിവിടെ കാണാം. ഇന്റേണൽ മെമ്മറി 110 GB നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വിത്ത് ബോക്സ് അൺബോക്സിങ് ചെയ്യുമ്പോൾ 110 GB നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചധികം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാളായി വരുന്നുണ്ട്. അതൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം കൂടി 1 GB അല്ലെങ്കിൽ 2 GB വരെ നമുക്ക് മെമ്മറി അൺഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുന്നതാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചാർജിങ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഫോണിൽ നിന്ന് നമുക്ക് മറ്റൊരു ഫോണിലേക്ക് റിവേഴ്സ് ചാർജിങ് സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കേബിൾ കുത്തിയിട്ട് മറ്റൊരു ഫോണിലേക്ക് കേബിൾ കുത്തിയാൽ ഈ ഫോണിലെ ചാർജ് മറ്റിലേക്ക് റിവേഴ്സിബിൾ ചാർജ് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു പുതിയ സ്പെസിഫിക്കേഷൻസും Redmi Note 9 വരുന്നുണ്ട്. റിവേഴ്സ് ചാർജിങ് അവൈലബിൾ ആണ് Redmi Note 9. മെയിൻലി ഇത്രയാണ് ഗൈസ് ഇതിൻ്റെ അൺബോക്സിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് എൻ്റെ ആദ്യത്തെ ഒരു അൺബോക്സിങ് ആണ്, രണ്ടാമത്തെ അൺബോക്സിങ് ആണ്. അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം. അതിൻ്റെ ഒരു ഫുൾ ഓൺ റിവ്യൂ ചെയ്യുന്നത്, അതുപോലെ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലുമായി കണക്ട് ചെയ്തിരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ ഷബീർ സൈനിങ് ഓഫ്.